അതെ, ചില ദിവസങ്ങളിലുണ്ടല്ലോ നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ എന്താ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അന്തം വിട്ട് നിൽക്കുന്ന ദിവസം, അങ്ങനത്തെ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാട്ടോ. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ട് അതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കൈ വെച്ചിട്ട് ഞെരട്ടി കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലുള്ള ആ ചെറിയ ഉള്ളിൻ്റെ നീരും തേങ്ങൻ്റെ പാലൊക്കെ എല്ലാ ഭാഗത്തും ആവുക. എന്നിട്ട് അതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കുറച്ച് ലൂസാക്കി എടുക്കാം. നമ്മൾ നീർദോശക്കൊക്കെ എടുക്കണ മാവില്ലേ, ആ ഒരു രീതിയിലാക്കി എടുക്കാം കേട്ടോ മാവ്. എന്നിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് അതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. കാരണം കുറച്ച് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കറിയും കൂടെ വേണ്ട കേട്ടോ. കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ തന്നെ കടിച്ചു കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പം. നമ്മൾ ചെറിയ ഉള്ളി നല്ല ജീരകമൊക്കെ ചേർത്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം ഇതിലുണ്ടാവും കേട്ടോ. പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് അരിയൊക്കെ ചില ദിവസം വെള്ളത്തിലിടാനൊക്കെ മറക്കണ സമയമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ചില വീട്ടമ്മമാരൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ടാവും. എന്നാലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഇതൊരു ഉടായ്പിലെ അപ്പാണെങ്കിലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. കട്ടൻ ചായൻ്റെ കൂടെ തന്നെ നമുക്ക് കടിച്ചുട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ചെറിയുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ. ചെറിയുള്ളി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്